നമ്മൾ ഭാരതീയരാണ്. ഭാരതീയരായ നമ്മൾ കാണുന്ന വഴിയാണ് പഞ്ചഭൂതങ്ങൾ. ഭാരതീയ കാഴ്ചപ്പാടിൽ പഞ്ചഭൂതങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതിനെ ധ്യാനിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനം വരും. പഞ്ചഭൂതങ്ങൾ 5 എണ്ണമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് മണ്ണ്, വെള്ളം, വായു, അഗ്നി, ആകാശം. ഇത് 5 പഞ്ചഭൂതങ്ങൾ. ഇത് ഓരോന്നും ദൈവം സംസാരിക്കുന്ന വഴിയാണ്. ഒന്ന് മണ്ണ്. എന്താണ് മണ്ണ്? ബൈബിൾ എന്ന ഇതിഹാസ ഗ്രന്ഥം പറയും, ചരിത്ര ഗ്രന്ഥം പറയും, ബൈബിൾ മനുഷ്യൻ മണ്ണാവുന്നു. കാരണം മനുഷ്യൻ മണ്ണിൽ പണിയുന്നവന്, മണ്ണിൽ വിയർപ്പ് ഒഴുകുന്നവന്, ഒന്നെങ്കിൽ അഗ്നിയെ ദഹിപ്പിച്ചും നിമജ്ജനം ചെയ്തുമൊക്കെ കല്ലറിൽ അടക്കിയുമൊക്കെ മണ്ണിലേക്ക് മടങ്ങുന്നവന്. ഇപ്പം മണ്ണിൻ്റെ സ്വഭാവം കാണിക്കണം. ഇപ്പം മണ്ണിൻ്റെ സ്വഭാവം കാണിച്ചോ നമുക്ക് സമാധാനം ഉണ്ടാവും. 2 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. 1 മണ്ണ്, 2 പാറ. പാറയുടെ പ്രത്യേകത, ഒരു ചീഞ്ഞ മുട്ട പാറയ്ക്കിട്ടെറിഞ്ഞാൽ അത് പൊട്ടിച്ച് എറിഞ്ഞവൻ്റെ മോന്തയ്ക്കിട്ടെറിയും, അത് പാറ. ഒരു നല്ല ആപ്പിൾ എറിഞ്ഞാലും അത് പൊട്ടിച്ച് മുഖത്തേക്ക് തിരിച്ചെറിയും, അത് പാറ. ചീമട്ട എറിഞ്ഞാലും നല്ല ആപ്പിൾ എറിഞ്ഞാലും അതുപോലെ തിരിച്ചെറിയും, പാറ. ചില മനുഷ്യർ പാറയാ, ഒരു തെറി പറഞ്ഞോ 10 എണ്ണം തിരിച്ചു പറയും. എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നോ തോന്നിയ ബഹളങ്ങൾ ഒക്കെ കാണിക്കും. പാറയുടെ നീചമായ പ്രതികരണമാണ്. പക്ഷെ മനുഷ്യൻ മണ്ണാണ്. മണ്ണിൻ്റെ പ്രത്യേകത, ഇളക്കി മറിച്ചിട്ട് മണ്ണിലേക്ക് ഒരു ചീഞ്ഞ മുട്ടയെറിയുക, മണ്ണ് സ്വന്തം മാറിൽ മുട്ടയെ സ്വീകരിക്കും. ഒരാപ്പിൾ എറിയുക, മണ്ണ് ആപ്പിളിനെയും സ്വന്തം മാറിൽ സ്വീകരിക്കും. എന്നിട്ട് ചീമുട്ടയെ വളമാക്കി ആപ്പിളിനെ ഫലമാക്കി നൽകും. ഇതാണ് മണ്ണ് പഠിപ്പിക്കുന്ന പാഠം. ചീത്ത പിടിക്കുന്ന ഭർത്താവിനെ നോക്കി ചിരിക്കാൻ പഠിക്കുന്ന ഭാര്യ, പൊട്ടിത്തെറിക്കുന്ന ഭാര്യയെ നോക്കി ശാന്തമായി നിൽക്കുന്ന ഭർത്താവ്, ധിക്കരിക്കുന്ന മക്കളെ നോക്കി സമന്വയത്തോടെ നിൽക്കുന്ന ഒരു പിതാവ്, മാതാവ്. ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ലോകത്ത് ശോഭിക്കാനും പൊട്ടിത്തെറിക്കാനും കോപിക്കാനും ഒരുപാട് അവസരം വരുമ്പോൾ മണ്ണുപോലെ ശാന്തമാകണം, എല്ലാറ്റിനും ഉൾക്കൊള്ളണം. ദിവസം ഈശ്വരൻ നമ്മളെ ചിന്തിപ്പിക്കുന്നു. മണ്ണ്. രണ്ടാമത്തേത് വെള്ളമാണ്. എന്താ വെള്ളത്തിൻ്റെ പ്രത്യേകത? കഴുകണം, ശുദ്ധീകരിക്കണം. ബക്കറ്റിലെ വെള്ളം, ടാപ്പിലെ വെള്ളം, നമ്മുടെ ഓലയിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഈ വെള്ളമൊക്കെ കഴുകാനെടുക്കാൻ പറ്റും. അതുകൊണ്ട് പുറത്തെ വെള്ളം കൊണ്ട് തുണിയിലെ ചെളി കഴുകാം, പാത്രം കഴുകാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് എൻ്റെ ക്യാരക്ടർ, എൻ്റെ സ്വഭാവത്തെ കഴുകണം. അതാണ് കണ്ണുനീര്. തെറ്റുപറ്റിയാൽ നിറയുന്ന കണ്ണുകൾ, ആ കണ്ണുനീരിലൂടെ എൻ്റെ പാപങ്ങളെയാണ് കഴുകുക. വെള്ളം പറയുന്നു, നിരന്തരം കഴുകപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക. 3 നമ്മൾ കാണുന്നു. മൂന്നാമത്തേത് വായുവാണ്. വായു പറയുന്നു, മകനെ മകളെ അനങ്ങാപ്പാറ പോലിരിക്കരുത്, അധ്വാനിക്കണം. വായു ഉള്ളതുകൊണ്ട് പക്ഷി പറക്കുക, വായു ഉള്ളതുകൊണ്ട് വണ്ടി കുതിക്കുക, വായു ഉള്ളതുകൊണ്ട് വിമാനം പറന്നു പോവുക. വായു ചലിപ്പിക്കും, നിരന്തരം ചലിപ്പിക്കും. വായുവിനെ നോക്കി പഠിക്കേണ്ട പാഠം, ചുമ്മാ മടി പിടിച്ചിരിക്കരുത്, അലസത പിടിച്ചിരിക്കരുത്. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്ത് പരമാവധി അധ്വാനിച്ച് ജീവിതം പൂർത്തിയാക്കണം. അലസതയരുത്, അധ്വാനം വേണം. മടിയരുത്, ഉത്സാഹം വേണം. ഇതാണ് വായു പഠിപ്പിക്കുക. ഇപ്പോൾ 1 മണ്ണ്, 2 വെള്ളം, 3 വായു, 4 അഗ്നി. അഗ്നി ചൂട് പിടിപ്പിക്കും. അഗ്നി ചൂട് പിടിപ്പിക്കും. ഉള്ളിൽ ഒരു ചൂട് വേണം. ചുമ്മാ ചൂടാകുന്ന സ്വഭാവമല്ല, ഒരു ഉണർവ്, സ്വപ്നം, ഉന്മേഷം. ഉള്ളിൽ ചൂടില്ലാത്ത മനുഷ്യൻ തണുത്ത് മരിച്ചു പോയ മനുഷ്യനാണ്. ഉള്ളിൽ ചൂടുള്ള മനുഷ്യനോ നല്ല ഉന്മേഷമുള്ള മനുഷ്യരാണ്. നമ്മുടെ ചൂടാണ് സ്വപ്നങ്ങൾ. ഒരപ്പന് ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് സ്വപ്നം വേണം. ഒരമ്മയ്ക്ക് ഭർത്താവിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നം വേണം. ഒരച്ഛന് ലോകത്തെക്കുറിച്ച് സ്വപ്നം വേണം. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ കുറിച്ച് സ്വപ്നം വേണം. ഡോക്ടർക്ക്, നേഴ്സിനും കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നം വേണം. സ്വപ്നമുണ്ടോ അത്ഭുതം നടക്കും. ഷാജഹാൻ ചക്രവർത്തിക്കൊരു സ്വപ്നം, മരിച്ചുപോയ പ്രാണപ്രേയസി മുംതാസിന് ഒരു ശാശ്വത സ്മാരകം. സ്വപ്നത്തിൽ കണ്ടതുപോലെ പണിതു വിശ്വവിസ്മയമായ ആഗ്രയിലെ താജ്മഹൽ. ഒരു ഫറവോനൊരു സ്വപ്നം, അപ്പൻ്റെ കല്ലറ. സ്വപ്നം പോലെ പ്രവർത്തിച്ചു,
മഹാത്ഭുതങ്ങളായ ഈജിപ്ഷ്യൻ പിരമിഡ്. നമുക്കും വേണം സ്വപ്നം, നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ചെയ്യുന്ന പണികളെക്കുറിച്ച്. അതാണ് അഗ്നി, ഉള്ളിൽ അഗ്നി വേണം. 5 ആകാശം. എന്താ ആകാശം? എൻ്റെ മുഖത്ത് തുറന്നിരിക്കുന്ന 2 കണ്ണുകൾ എൻ്റെ ആകാശം. ഒരു കണ്ണടഞ്ഞോ ആകാശം പകുതിയായി, 2 കണ്ണും അടഞ്ഞോ പിന്നെ അന്ധതയാണ്, ആകാശമില്ല. നമ്മൾ തുറന്നു പിടിച്ച കണ്ണിന് മുമ്പിൽ ഈശ്വരൻ കൊണ്ടുവരുന്ന പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം. ചെറുതും വലുതുമായ സഹായം പാവങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ പാവങ്ങൾക്ക് കൊടുത്ത് എൻ്റെ ആകാശം വിശാലമാകണം. എൻ്റെ കാലിൽ ഒരു പകരം തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ചിരിച്ചാൽ നിങ്ങൾ പറയും, അച്ഛൻ്റെ കാലിൽ കുഷ്ഠം ചൂടോളം വേണ്ടിയിട്ട് പൊള്ളുന്നില്ല. ഒരു മനുഷ്യൻ്റെ വിശപ്പും വേദനയും കണ്ട് എൻ്റെ ഉള്ളരിയുന്നില്ലെങ്കിൽ അത് ഹൃദയത്തെ ബാധിച്ച കുഷ്ഠം. അപ്പോൾ നമ്മുടെ ഹൃദയം അരിയണം, മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്ത് കടന്നു പോകണം. പഞ്ചഭൂതങ്ങൾ പഠിപ്പിക്കുന്നു. ദിവസത്തിൻ്റെ നല്ല ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ പഠിപ്പിക്കുന്ന പാഠം സ്വന്തമാക്കാം. വൃക്ഷലതാദികളും ജീവജാലങ്ങളും പഠിപ്പിക്കുന്ന പാഠം സ്വന്തമാക്കാം. ചുറ്റുപാടുകളെ നോക്കി ധ്യാനിച്ച് നന്മയിൽ വളർന്ന് സമാധാനം അനുഭവിക്കാനും സമാധാനം കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.